ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇതിപ്പോൾ രാവിലെയാണ്, വെളുപ്പാങ്കാലമാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. തെങ്കാശിയിലാണ് പോകുന്നത്. അപ്പോൾ തെങ്കാശിയിൽ ഒരു സ്ഥലമുണ്ട്, ഒരു മാർക്കറ്റുണ്ട്. ഒരു മാർക്കറ്റ് എന്ന ഒരു വ്യാപാര കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരമായിട്ട് സാമ്യം ഉണ്ടെന്നാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇപ്പം തുടർന്ന് ഇനിയുള്ള യാത്രയിലുള്ള നമ്മുടെ തെങ്കാശിയിലെ മാർക്കറ്റാണ്, അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രങ്ങളാണ്. തെങ്കാശിയിലെ വ്യാപാര കേന്ദ്രങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ആ ഏരിയയിലോട്ടാണ് നമ്മൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. കൂട്ടുകാരെ, നമ്മളങ്ങനെ തെങ്കാശിയിലെത്തി കേട്ടോ. ഞാനും ചേട്ടൻ്റെ മോനും പിന്നെ ചേട്ടൻ്റെ കുറച്ച് കൂട്ടുകാരും എല്ലാവരും കൂടെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. തെങ്കാശി അമ്മൻ കോവിലുണ്ട്. തെങ്കാശിയിലെ ഒരു അമ്മൻ കോവിലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരാൾ കൊണ്ടുപോയതാണ്, ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. പക്ഷെ നമ്മളിവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ നിന്നതാണ്. പറയാതിരിക്കാൻ കഴിയത്തില്ല, അത്രയും വേറെ ലെവലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ ചാലയ്ക്കകത്ത് കയറിയാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തെങ്കാശിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു ചാല തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ചാല എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടിട്ടില്ലാത്ത ആൾക്കാരില്ല. ചാലയ്ക്കകത്ത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു ഏരിയയിലൂടെ കയറിയാൽ നമുക്ക് തിരിച്ചു വരാൻ വഴി കണ്ടുപിടിക്കാൻ ഒരുപാട് പാടാണ്. അതുപോലെ തന്നെയാണ് തെങ്കാശി മാർക്കറ്റ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അതുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ റോഡുകൾ, ഒരു കുഞ്ഞു കുറേ കടകൾ, പക്ഷെ എല്ലാം ഹോൾസെയിലായിട്ടുള്ള നല്ല വ്യാപാരങ്ങൾ നടക്കുന്ന കടകളാണ്. എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് തൊട്ട് നമ്മുടെ പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ ഫ്രിഡ്ജ്, മിക്സി, അങ്ങനെയുള്ള എന്ത് ഐറ്റം ആവട്ടെ, എന്ത് ഐറ്റം ആണെങ്കിലും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വാങ്ങാനാണെങ്കിലും നമുക്ക് ഈ തെങ്കാശി ഈ വ്യാപാര കേന്ദ്രങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ തെങ്കാശിയിലെ ചാല എന്ന് തന്നെ ഞങ്ങൾ പറയുകയാണ്, തെങ്കാശിയിലെ ചാല. അപ്പോൾ തെങ്കാശിയിലെ നമ്മുടെ ഈ ചാലയിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ ലാഭത്തിൽ കിട്ടുന്നതായിരിക്കും. അത്രയും വളരെ അടിപൊളി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാല കണക്ക് തന്നെയാണ്, എപ്പോഴും വണ്ടി വന്നുകൊണ്ടേയിരിക്കും. വലിയ വണ്ടികളൊക്കെയാണ് വരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ യാത്രകളും ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചായക്കടകൾ, കാര്യങ്ങൾ അങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചെറിയ കടകൾ തൊട്ട് വലിയ കടകൾ വരെ ഇവിടെ ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നമ്മൾ വന്നതെന്ന് പറയുമ്പോൾ കുറച്ച് ഇത്തിരി ഇലക്ട്രോണിക്സിൻ്റെ ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ നോക്കിയപ്പോൾ നമുക്കെന്തായാലും പൊതുവേ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാല വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നും കൂടെയൊക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടെ അവർ വിൽക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ആ ക്വാളിറ്റിയുള്ള കമ്പനി ഐറ്റംസ് അവർ തന്നെ പറഞ്ഞെടുത്ത് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് വളരെ ഇവിടുത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആട്ടോകളൊക്കെ ഉണ്ടോ, ഇവർ എപ്പോഴും ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഓടി വരും. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കടയ്ക്ക് അകത്തുള്ള സ്റ്റാഫുകൾ വളരെ ആക്റ്റീവാണ്. അവർ നമുക്ക് വേണ്ടി എന്ത് ഹെൽപ്പും ചെയ്യും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ കുറച്ച് സാധനമാണ് നമ്മൾ വാങ്ങിക്കാൻ അത് കഴിഞ്ഞിറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.